നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. ഒരു കുറ്റവാളിയെയും വെറുതെ വിടില്ലെന്ന് യോഗി ആദിത്യനാഥ്. ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ സഹിഷ്ണുതയില്ലാത്ത നയം സ്വീകരിക്കുമെന്നും UP സർക്കാർ. അതുകൊണ്ട് തന്നെ സംഭാവന കൊള്ളയിൽ പങ്കുള്ളവരാരും രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ളവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. സമഗ്രമായി കാണാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. പ്രതികളുടെ ജാമ്യത്തെ എതിർക്കാതിരുന്ന ഗീനാകുമാരിയെ മാറ്റി. നാളെ കോടതിയിൽ ഹാജരാകുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാർ. പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച പ്രോസിക്യൂട്ടറുടെ നടപടി അതീവ ഗൗരവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അയോധ്യ സംഭാവന കൊള്ളയിൽ 8 പ്രതികളുടെ വീടുകളിൽ SIT റെയ്ഡ്. തടസ്സപ്പെടുത്തി 2 പ്രതികളുടെ വീട്ടുകാർ. പണവും രേഖകളും കണ്ടെടുത്തതായി റിപ്പോർട്ട്. ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. പുതിയ ജനറൽ സെക്രട്ടറി അടുത്ത മാസം 11 പ്രഖ്യാപിക്കും. ആരോപണ വിധേയനായ ചമ്പത് റായിക്ക് VHP കേന്ദ്ര ഓഫീസിന്റെ ചുമതല നൽകാൻ നീക്കം. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇടത് സർക്കാർ അനുമതി നൽകിയപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയിൽ എതിർത്തില്ലെന്ന പ്രചാരണം തള്ളി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സർക്കാർ നൽകിയത് സദുദ്ദേശമെന്ന് മന്ത്രി K. മുരളീധരൻ. പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രം പതിക്കുന്നെന്ന പ്രചാരണം പച്ചക്കള്ളമെന്ന് മന്ത്രി KM ഷാജി. വെക്കുന്നത് എംബ്ലം മാത്രമെന്ന് മന്ത്രി. കേന്ദ്രത്തിനെതിരെ UDF ഒന്നും പറയുന്നില്ലെന്ന് CPM. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണസമിതിക്കെതിരായ UDF അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കില്ല. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് CPM വിലയിരുത്തൽ. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയെന്ന് കോൺഗ്രസ്. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ്. സംസ്ഥാനത്ത് മഴ കനക്കും. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. ജാഗ്രതാ നിർദ്ദേശം. ആനക്കാംപൊയിലിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിൽ തൽക്കാലം നിർത്തി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഷിഗല്ല. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി. പകർച്ചവ്യാധികൾ പടരുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാതെ ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രി. ഭർത്താവ് അതുലിന്റെ കൊടും ക്രൂരത വ്യക്തമാക്കി ആറ്റുകാലിൽ മരിച്ച ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പ്. വാട്സപ്പ് ചാറ്റും പുറത്ത്. അതുലിനെതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം. നിരന്തര പീഡനമാണ് ആരതി ജീവനെടുക്കാൻ കാരണമെന്ന് കുടുംബം. കുറ്റം സമ്മതിച്ച് അതുലിനെ റിമാൻഡ് ചെയ്തു. തുടർച്ചയായ 2ാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. ഗൾഫ് മേഖലയിൽ 8 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ തിരിച്ചടിച്ച് ഇറാൻ. പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞിട്ടും ഇന്ധനവില കുറയ്ക്കില്ലെന്ന് എണ്ണക്കമ്പനികൾ. നഷ്ടം നികത്താനെന്ന് വിശദീകരണം. ഫിഫ ലോകകപ്പിൽ ഇനി നോക്കൌട്ട് ആവേശം. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ഗ്രൂപ്പ് മത്സരത്തിൽ ജോർദാനെ തകർത്ത അർജന്റീന. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി. കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ. അയർലൻഡിനെതിരായ 2ാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. വനിതാ T20 ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് മികച്ച സ്കോർ. സൗദിയിലും ഫ്രാൻസിലും ആകാശ ദുരന്തം. സൗദി റാസ് തനൂറയിൽ അരാംകോ ഹെലികോപ്റ്റർ തകർന്നു വീണു. 14 മരണം. മരിച്ചവരെല്ലാം സൗദി പൗരന്മാർ. ഫ്രാൻസിൽ സ്കൈ ഡൈവേഴ്സ് സഞ്ചരിച്ച ചെറുവിമാനം തകർന്നു വീണു. 11 മരണം. സ്റ്റോറി ഓഫ് ദി ഡേ. ബ്രസീലിനായി വേഷപ്പകർച്ചയിൽ 70-കാരൻ.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. 2011-15 കാലയളവിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്നു സന്തോഷ് കുമാർ. പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരിക്ക് പകരമാണ് സന്തോഷിന്റെ നിയമനം. നാളെ പ്രോസിക്യൂഷനു വേണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ഹാജരാകും. എന്തായാലും ഒരു ക്രിമിനൽ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂട്ടർക്കെതിരെ സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുന്നത് നിയമചരിത്രത്തിൽ അപൂർവമായ നടപടിയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കി അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഗീനാകുമാരി പോലീസ് റിപ്പോർട്ട് അട്ടിമറിച്ചെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് സർക്കാർ നീക്കം. 9ാം പ്രതി ഹരീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വേണ്ടെന്നായിരുന്നു ഗീനാകുമാരി വാദിച്ചത്. പോലീസ് റിപ്പോർട്ടിന് എതിരായിരുന്നു ഈ വാദം. ഗവൺമെന്റ് വരേണ്ട 1 മാസമല്ലായ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. കാരണം ED ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹൈക്കോടതിക്കുള്ളിലെ DG ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇതേ തുടർന്നാണ് ഗീനാകുമാരിയെ മാറ്റാൻ തീരുമാനമായത്. അമൃത ന്യൂസ്, കൊച്ചി. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ പ്രതികളുടെ വീടുകളിൽ പരിശോധന. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിലുള്ള സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അടുത്ത മാസം 11-ന് പ്രഖ്യാപിക്കും. അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനാണ് നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീടുകളിൽ വീണ്ടും പരിശോധന നടത്തി. നേരത്തെ നടന്ന റെയ്ഡിൽ 79 ലക്ഷത്തോളം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ 8 പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയെ 11-ന് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര, ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവഗിരി, ട്രസ്റ്റി കൃഷ്ണമോഹൻ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ചമ്പത് റായിയെ ഡൽഹിയിലേക്ക് മാറ്റിയേക്കും. VHP കേന്ദ്ര ഓഫീസിൽ ചുമതല നൽകാനാണ് ആലോചന. കൊള്ളയിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുമ്പോഴും അന്വേഷണം ട്രസ്റ്റ് ഭാരവാഹികളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനാണ് നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന ക്രമക്കേടിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ക്ഷേത്രത്തെ അപമാനിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും VHP വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ വ്യക്തമാക്കി. कुछ नेता कह रहे हैं कि वहां से सोना चांदी आभूषण गायब हो गए। कल ट्रस्ट के ट्रेजरर गोविंद देव गिरी जी महाराज ने अपने बयान में आश्वस्त किया है कि सोना चांदी वगैरह सब इंटैक्ट है। तो जो हजारों करोड़ कह रहे हैं, क्या उनके पास में इसका कोई आधार है? जो सोना चांदी कह रहे हैं, क्या इसका कोई आधार है? 2022 ഇടതു സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ താൻ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന ആരോപണം തള്ളി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിന്റെ തീരുമാനം സദുദ്ദേശ്യപരമെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ അന്നും ഇന്നും എതിർക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ LDF സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് രേഖാമൂലം അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ IT ഹബ്ബുകളിലെല്ലാം അവിടെ ടെക്ന പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്.
അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം ഈ ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എല്ലാം മൊത്തം കത്തിയപ്പോൾ ഒന്നുകൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരെങ്കിലും തട്ടിയതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പ്രചരണത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്നാൽ സർക്കാരിന്റെ തീരുമാനം സതുദ്ദേശപരമാണ് എന്നും പ്രതിപക്ഷം ദുരുദ്ദേശത്തോടുകൂടി കാണുന്നത് ദൗർഭാഗ്യകരമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബില്ല് പാസ്സായാൽ നടപ്പാക്കുന്ന കാര്യത്തിൽ UDF-മായി ആലോചിക്കുമെന്നും വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചതെന്നും വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ എന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തിയതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് പാസ്സായാൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി വേണ്ട, അങ്ങനെയെങ്കിൽ പിന്നെ UDF ചർച്ചയ്ക്ക് പ്രസക്തിയുമില്ല. ബജറ്റിനൊപ്പം നികുതി ഇളവുകൾ നിയമമാക്കുന്ന ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ അത് നിയമമായി മാറും. UDF ചർച്ച എന്ന പുകമറ മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. PMAY പദ്ധതിയിൽ KM ഷാജിക്കെതിരെ വിമർശനം ശക്തമാവുന്നു. ഷാജിയെ പിന്തള്ളി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് രംഗത്ത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിനെ അല്ല, മറിച്ച് എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. PM ശ്രീക്ക് പിന്നാലെ PMAY പദ്ധതിയിലും വെട്ടിലായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന പരാമർശമാണ് വിവാദമായത്. എന്നാൽ ഇതിന് പിന്നാലെ വിശദീകരണവുമായി KM ഷാജി രംഗത്തെത്തി. നരേന്ദ്രമോദിയുടെ എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് പറഞ്ഞതെന്നും KM ഷാജി വിശദീകരിച്ചു. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്ന്. ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ KM ഷാജിയുടെ പ്രസ്താവന സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണെന്ന് PA മുഹമ്മദ് റിയാസ് MLAയും ആരോപിച്ചു. ലൈഫിന്റെ ഫണ്ട് തങ്ങളുടേതാണെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നുവെന്നും ആ പ്രചാരണം തെറ്റാണെന്ന് കേരളം തെളിയിച്ചു എന്നും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഇതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു അൺഹെൽത്തി സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വരാൻ വേണ്ടി പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. അതേസമയം KM ഷാജിയെ തള്ളി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് രംഗത്തെത്തി. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിയുമെന്നും KM ഷാജി അതിന് അഭിപ്രായം പറയേണ്ടെന്നും അഡ്വക്കേറ്റ് PM നിയാസ് പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയെക്കുറിച്ചും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ KM ഷാജി നടത്തിയ പരാമർശങ്ങൾ നേരത്തെ വിവാദത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് PMAY പദ്ധതിയിൽ നിന്നുമുള്ള നിലപാട് മാറ്റം. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കെതിരെ UDF ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യത മങ്ങി. രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM പിന്മാറിയതോടെയാണിത്. CPMന് BJPയുമായി രഹസ്യധാരണയാണെന്ന് കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ പറഞ്ഞു. അതേസമയം UDFന്റെ അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷ് പറഞ്ഞു. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയാണ് BJPക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. LDF പിന്തുണയോടെ തിങ്കളാഴ്ച അവിശ്വാസം കൊണ്ടുവരാനായിരുന്നു ശ്രമമെങ്കിലും CPM തയ്യാറാകാഞ്ഞതോടെ നീക്കം പാളി. UDF ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായാണ് CPMന്റെ ആരോപണം. അവിശ്വാസം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലുമാണ് CPM. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ കഴിയൂ. 101 അംഗ കോർപ്പറേഷനിൽ 34 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിന് വേണ്ടത്. CPM സഹകരിക്കാഞ്ഞത് BJPയുമായുള്ള രഹസ്യധാരണ മൂലമാണെന്നും BJPയെ തുറന്നു കാണിക്കാൻ CPMന് താൽപ്പര്യമില്ലെന്ന കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ്
ശബരിനാഥ് പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഗുണ്ടായിസം കാണിക്കാൻ മാത്രമാണ് CPM-ന് താല്പര്യമെന്നും ശബരിനാഥ് ആരോപിച്ചു. അപ്പോൾ UDF ഈ ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനയിൽ, അതോടൊപ്പം മുനിസിപ്പാലിറ്റി ആക്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അതിന് പകരം കോർപ്പറേഷന്റെ ഓഫീസിന്റെ വെളി സമരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയുള്ള ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യം നമുക്കില്ല. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചർച്ചകൾ സഭയുടെ കൗൺസിലിന്റെ നടുത്തളത്തിൽ ഉണ്ടാകണം. അതിനാണ് UDF ഒന്നുചേരാൻ ചോദിക്കുന്നത്. അതിന് ഒന്നുചേരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വോട്ട് ചെയ്തോളൂ, ഇറങ്ങിപ്പോയിക്കോളൂ. നമ്മളാരും അവരോട് ഒന്ന് മറിച്ചിട്ട് ഭരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ചർച്ച നടത്തൂ. ചർച്ച കഴിഞ്ഞ് വോട്ടിംഗ് വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതേസമയം അവിശ്വാസത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ഇപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDF-ഉം എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 30 വരെയാണ് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് കളക്ടറേറ്റ് വളപ്പിൽ മരം കടപുഴകി വീണു. മോട്ടോർ വാഹന വകുപ്പിന്റെ കാറിന്റെ ചില്ല് തകർന്നു. കോഴിക്കോട് ആനക്കാമ്പ് മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടരും. മലപ്പുറം സ്വദേശി ഷിബിലിയെയാണ് ശനിയാഴ്ച മലവെള്ളപ്പാച്ചിലിലകപ്പെട്ട് കാണാതായത്. വെള്ളച്ചാട്ടം കാണാനെത്തിയ ടൂറിസ്റ്റുകൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഷിബിലി ഒഴുക്കിൽപ്പെട്ടത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. നദികൾ, അണക്കെട്ടുകൾ എന്നിവയ്ക്ക് സമീപം താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ നദികൾ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുവാനോ കുളിക്കാനോ മീൻ പിടിക്കുവാനോ പാടില്ല. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കാനും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ ജൂൺ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 267 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മലിനജലത്തിലൂടെയും വൃത്തിഹീനമായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പടരുന്നത്. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിൽപ്പനശാലകളിൽ പരിശോധന കർശനമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇപ്പോൾ ഭയപ്പെടാനില്ല, മഴ കനത്താൽ സ്ഥിതി വഷളാകും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കും. തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജിന് അംഗീകാരം തേടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറയുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. ഷിഗല്ല മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 3-4 ദിവസങ്ങളായിട്ട് മരണങ്ങളൊന്നുമില്ല. ഡെങ്കിപ്പനിയും മറ്റും നിയന്ത്രണ വിധേയമാണ്. ഇപ്പോഴും ഭയപ്പെടാനില്ല. പക്ഷേ മഴ കനത്തു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരം മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. ദിവസേന 500-ലധികം രോഗികളെത്തുന്ന ഇവിടെ കിടത്തി ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. രോഗികൾക്ക് മികച്ച സേവനം നൽകാൻ കഠിനാധ്വാനം ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറും ജീവനക്കാരുമാണ്
ഈ ആശുപത്രിയെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു മെഡിക്കൽ ഓഫീസറെയും 2-3 ഡോക്ടർമാരെയും ഒക്കെ ഇപ്പം നിയമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെ ഏതാണ്ട് ഇവിടെ നിയമിക്കണം. 7ഓളം ഡോക്ടർമാരുടെ ഒഴിവുള്ള ഒരു PHC ആണിത്. 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 4 പേർ മാത്രം. ഇതിൽ ഒരു ഡോക്ടർക്ക് സ്ഥലം മാറ്റ ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു. ഒരു 430, 500, 600 മേളിൽ വരെ OP നടക്കുന്ന ആശുപത്രിയാണ്. ഇവിടെ ജീവനക്കാർ വളരെ കുറവാണ്. ഡോക്ടർമാരുടെ എണ്ണവും വളരെ കുറവാണ്. ഉള്ള ഡോക്ടറെ ഇപ്പം ഈ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡോക്ടറെ ഇപ്പോൾ ഇവിടെ സ്ഥലം മാറ്റുന്നതായിട്ടാണ് ഇവിടെ അറിയാൻ സാധിച്ചേക്കുന്നത്. തോട്ടം മേഖലയിൽ നിന്നും കണ്ണമ്പടി, മേമാരി തുടങ്ങിയ ആദിവാസി ഉന്നതികളിൽ നിന്നും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഉപ്പുതറ സർക്കാർ ആശുപത്രിയെയാണ്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ഇവർക്ക് യഥാസമയം ചികിത്സ നൽകാൻ കഴിയുന്നില്ല. പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിവർ. അമൃത ന്യൂസ്, ഇടുക്കി. ഭർതൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആറ്റുകാൽ സ്വദേശി ആരതിയെ മർദ്ദിച്ചതായി പോലീസിനോട് സമ്മതിച്ച ഭർത്താവ് അതുൽ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചതായി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പും വ്യക്തമാക്കുന്നു. അതുലിനെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഭർത്താവ് അതുലിന്റെ പീഡനത്തെ തുടർന്നാണ് വർക്കല സ്വദേശിയായ ആരതി ഇന്നലെ ആറ്റുകാലിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് അതുലിന്റെ ക്രൂരത വിവരിക്കുന്ന ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അതുൽ ശാരീരികമായും മാനസികവുമായും ക്രൂരമായി പീഡിപ്പിച്ചതായി കത്തിൽ പറയുന്നു. ശരീരത്ത് കയറിയിരുന്ന പലതവണ മുഖത്തടിച്ചു. പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയായിരുന്നു ആക്രമണം. അതുലിന്റെ മാനസിക പീഡനം സഹിക്കാൻ പറ്റുന്നില്ലെന്നും അച്ഛനും അമ്മയും തന്നോട് ക്ഷമിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. തന്നെയല്ല പഴയ കാമുകിയെയാണ് അതുലിന് ഇഷ്ടമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരതി വ്യക്തമാക്കിയിട്ടുണ്ട്. മരിക്കാൻ തനിക്ക് പേടിയാണെന്നും പക്ഷേ മരിക്കാതെ നിവർത്തിയില്ലെന്ന ആരതിയുടെ ഓഡിയോ റെക്കോർഡും പോലീസ് കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടത്തിയ ആരതിയുടെ മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ 17ഓളം പാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്ക് നല്ലൊരു അറിയാം. വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മൾ ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നീട് അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതേസമയം ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങി 2 വകുപ്പുകൾ ചുമത്തി അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യ അശാന്തിയിൽ തന്നെ തുടർച്ചയായ 2ാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. ഗൾഫ് മേഖലയിലെ 8 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ തിരിച്ചടിച്ച് ഇറാൻ എയർ ഡിഫൻസ് സംവിധാനത്തെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുവെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. യുദ്ധമൊഴിയാതെ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാന് നേരെ 2ാമത്തെ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് സിരിക്കേഷ്വം ദ്വീപുകളിലാണ് സ്ഫോടനം നടന്നത്. 60 ദിവസത്തെ സമാധാന കരാർ ഒപ്പിട്ട ശേഷമുള്ള 2ാമത്തെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനെതിരെ ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും 2 തവണയാണ് വ്യോമാക്രമണ മുന്നറിയിപ്പിന്റെ സൈറനുകൾ മുഴങ്ങിയത്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും ബഹ്റിൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. എന്നാൽ ആക്രമണത്തിൽ ബഹ്റിനിലെ മുഖറക് ഗവർണറേറ്റിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. സിവിൽ ഡിഫൻസ് അടക്കമുള്ള ബന്ധപ്പെട്ട സുരക്ഷാ അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ മുൻകരുതലുകളും തുടർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US-ഉം ചൊവ്വാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണമെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞെങ്കിലും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കില്ലെന്ന് എണ്ണക്കമ്പനികൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ എണ്ണക്കമ്പനികൾ നേരിട്ട നഷ്ടം നികത്തുന്നതിനുള്ള നടപടിയെന്നാണ് വിശദീകരണം. ഇറാൻ US സമാധാന കരാറിൽ അന്തിമ തീരുമാനമാകും വരെ വില കുറയില്ലെന്ന് സൂചന. നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇറാൻ US വെടിനിർത്തൽ കരട് ആയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. ബാരലിന് 72 മുതൽ 75 വരെ ഡോളർ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും നാണയപ്പെരുപ്പം പിടിച്ചു നിർത്താനും സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.
ഗ്രൂപ്പ് ജെയിൽ എല്ലാ കളികളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന ഒന്നാം സ്ഥാനത്ത്. ജോർദാനെ 1-3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ജിയോവാനി ലോ സെൽസോ, ലൗട്ടാരോ മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവരാണ് ഗോളുകൾ നേടിയത്. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി തിളങ്ങി. ഈ ലോകകപ്പിൽ മെസ്സിക്ക് 6 ഗോളായി. അൾജീരിയ ഓസ്ട്രിയ മത്സരം സമനിലയിൽ, ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ. കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സമനിലയോടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി പോർച്ചുഗൽ നോക്കൌട്ടിലേക്ക് കടന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെ കോങ്കോയ്ക്ക് 1-3 ഗോളുകളുടെ മിന്നും ജയം. ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പാനമയെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇംഗ്ലണ്ട് നോക്കൌട്ടിലേക്ക്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വിജയം. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തായി. ഒരൊറ്റ മത്സരം പോലും ജയിക്കാനാകാത്ത പാനമ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഘാനയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ക്രൊയേഷ്യ നോക്കൌട്ടിൽ. ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായതോടെ നോക്കൌട്ട് ചിത്രം വ്യക്തമായി. ദക്ഷിണാഫ്രിക്ക കാനഡയെയും, നെതർലൻഡ് മൊറോക്കോയെയും, ജർമ്മനി പരാഗ്വെയും, ഫ്രാൻസ് സ്വീഡനെയും, ബെൽജിയം സെനഗലിനെയും നേരിടും. അമേരിക്കയുടെ എതിരാളികൾ ബോസ്നിയയാണ്. സ്പെയിൻ നേരിടുന്നത് ഓസ്ട്രിയയാണ്. പോർച്ചുഗൽ ക്രൊയേഷ്യയെയും, ബ്രസീൽ ജപ്പാനെയും, ഐവറി കോസ്റ്റ് നോർവേയെയും, മെക്സിക്കോ ഇക്വഡോറിനെയും, ഇംഗ്ലണ്ട് കോങ്കോയെയും, സ്വിറ്റ്സർലൻഡ് അൾജീരിയയും നേരിടും. കൊളംബിയയുടെ എതിരാളികൾ ഘാനയും ഓസ്ട്രേലിയയുടേത് ഈജിപ്തുമാണ്. അർജന്റീന കേപ്പ് വെർദയെയും നേരിടും. അയർലൻഡിനെതിരായ നിർണായകമായ 2ാം T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 1 റൺസ് തോൽവി. 155 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റിന് 153 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് 2-0 പരമ്പര നഷ്ടമായി. വനിതാ T20 ലോകകപ്പ് 2026 നിർണായക മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് 6 വിക്കറ്റിന് തോറ്റു. ഇതോടെ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. ജയിക്കാൻ 171 റൺസ് വേണ്ടിയിരുന്ന ഓസ്ട്രേലിയ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ നിശ്ചിത 20 ഓവറിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം നായകനും ഓൾറൗണ്ടറുമായ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലൻഡിനെതിരായ ട്രെന്റ് ബ്രിഡ്ജിൽ പുരോഗമിക്കുന്ന 3ാം ടെസ്റ്റ് തന്റെ രാജ്യാന്തര ക്രിക്കറ്റിലെ അവസാന മത്സരമായിരിക്കുമെന്നാണ് 35-കാരനായ സ്റ്റോക്സ് പ്രഖ്യാപിച്ചത്. മത്സരത്തിന്റെ 4ാം ദിനമായ ഞായറാഴ്ച രാവിലെയാണ് താരം ടീം അംഗങ്ങളെ ഇക്കാര്യം അറിയിച്ചത്. ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായാണ് ബെൻ സ്റ്റോക്സ് അറിയപ്പെടുന്നത്. 2011 രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയ സ്റ്റോക്സ് 2022 മുതൽ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം നായകൻ കൂടിയാണ്. സൗദി അറേബ്യയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ അരാംകോയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 പേർ മരിച്ചു. സൗദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ റാസ് തനൂറയിലാണ് അപകടം. അപകട കാരണം വ്യക്തമല്ല. അന്വേഷണം ആരംഭിച്ചതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവർ എല്ലാവരും സൗദി പൗരന്മാരാണ്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം നടന്നത്. ഫ്രാൻസിലെ ടോംബ്ലെയിനിൽ വിമാനം തകർന്നു വീണ് 11 പേർ മരിച്ചു. സ്കൈ ഡൈവിംഗിന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അപകടത്തിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. സമീപത്തെ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയൊരു അപകടം ഒഴിവായതായാണ് റിപ്പോർട്ട്. സൗദിയിലെ ദമാമിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരണപ്പെട്ടു. കണ്ണൂർ തലശ്ശേരി മണോലി വീട്ടിൽ സജീം, സുഹൃത്ത് കണ്ണൂർ ചെറുകുന്ന് കണ്ടിവളപ്പിൽ ഷീലേഷ് എന്നിവരാണ് മരണപ്പെട്ടത്. ദമാം ജുബൈൽ ഹൈവേയിൽ ഖതീബ് സെൻട്രൽ ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്ന സ്വദേശിയുടെ വാഹനം ഇവർ സഞ്ചരിച്ച കാറിന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ കാർ റോഡരികിലുള്ള താഴ്ചയിലേക്ക് വീണതോടെ കാർ പൂർണ്ണമായും തകർന്നു. സജീം കാറിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ശ്രീലേഷിനെ ആശുപത്രി എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടി. അതേസമയം വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൗസ് ജീവനക്കാർ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഡൽഹി കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും.
പിണറായിയെ വിമാനത്താവളത്തിലെത്തിച്ച കേരള ഹൌസിലെ ഡ്രൈവറിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഇതിനോടകം വിശദീകരണം തേടിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സമയത്തെത്തിയിട്ടും പിണറായി വിജയന്റെ യാത്ര മണിക്കൂറുകൾ വൈകിയിരുന്നു. 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായിക്ക് പോകേണ്ടിയിരുന്നത്. ഈ വിമാനം നഷ്ടമായതോടെ വൈകിട്ട് 7:15 വിമാനത്തിൽ കണ്ണൂരിലേക്കാണ് പിണറായി വിജയൻ പോയത്. സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം വിഷയത്തിൽ വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൌസ് ജീവനക്കാരുടേത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വിമാന കമ്പനിയെ അറിയിച്ചെന്നും ബോർഡിംഗ് ആരംഭിച്ച വിവരം വിമാന കമ്പനി അറിയിച്ചില്ലെന്നുമാണ് കേരള ഹൌസ് ജീവനക്കാരുടെ വാദം. ജീവനക്കാർ നൽകുന്ന വിശദീകരണവും റെസിഡന്റ് കമ്മീഷണർ പരിശോധിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.